ഉപരിയായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടെയുള്ള അവർ വളരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇതിൽ സ്കിറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിന് ആപ്റ്റായിട്ടുള്ളത്. ഇപ്പം ഈ സ്കിറ്റിൽ എന്നെ ആപ്റ്റ് ഇല്ലെന്ന് വെച്ചാൽ ഇതിൽ എനിക്കൊരു സ്യൂട്ടായിട്ടുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു, നല്ല രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇന്ന് രംഗം തകർക്കുക. ഓക്കെ. എന്തെങ്കിലും ഒരു ചെറിയ സ്പെഷ്യൽ നമ്പർ ഉണ്ടോ ഇപ്പം പ്രേക്ഷകർക്ക് വേണ്ടി? ഇനി കാണിക്കാൻ പോകുന്ന ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ നമ്പർ. ഡെഡിക്കേഷൻ അല്ലേ? സോ ലാസ്റ്റ് റോക്ക് ദി സ്റ്റേജ്. ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം, ജനനം തൊട്ടു തുടങ്ങും നാടകമണിമുടി. ഹലോ, SKM പ്രോഗ്രാം ഏജൻസി അല്ലേ? അതെ, SKN പ്രൊപ്പറേറ്റർ അനിൽ ധാരണമാണ്. ഇതാരാ? ചേട്ടാ, എന്നെ മനസ്സിലായോ? മനസ്സിലായി. എന്നോട് ഫോണിൽ സംസാരിക്കുന്ന ആളല്ലേ? ഓ അതല്ല. അതല്ലേ പിന്നെ എന്നോട് ഫോണിൽ സംസാരിക്കുന്ന ആരാ? ഓ അത് ഞാൻ തന്നെയാണ്. പ്രേയർ ഉത്സവത്തിന് ഗാനമേള ബുക്ക് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഈ ഏജൻസി ഈ കൊല്ലം ആകെ കൊടുത്തേക്കണ ഒരു ഗാനമേളയാണ്. അതിന്റെ നന്ദിയും കടപ്പാടും എനിക്ക് മറക്കാൻ പറ്റുമോ ചേട്ടാ? അല്ല, ചേട്ടൻ എവിടെ ഇപ്പോ? ഞാൻ മരത്തിന്റെ മോളിന്നാ. മരത്തിന്റെ മോളിന്നു? എടാ വൃത്തിയേട്ടവനെ, നീ തന്ന ഗാനമേള പൊളിഞ്ഞിട്ട് നാട്ടുകാരെല്ലാരും കൂടി എല്ലാം ഓടിച്ചിട്ട് മരത്തേക്ക് കയറ്റിയതാടാ. ഞാൻ ചേട്ടനോട് അപ്പളേ പറഞ്ഞല്ലേ എന്ത് പരിപാടി നല്ല കയറ്റമായിരിക്കും. ഇപ്പൊ കേറി കേറി മരത്തി വരെ കേറി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇതൊക്കെ എന്ത്? പരിപാടി വല്ലതും ആയോ? പരിപാടി ആവുമ്പോ പറയാം. തന്റെ പരിപാടി ആർക്കും വേണ്ടാഞ്ഞിട്ടല്ലേ താൻ അവിടെ ചെന്നിരിക്കെ. ചെല്ല്, ഞാൻ ആവുമ്പോ വിളിക്കാം. ചേട്ടാ വിളിക്കണോട്ടോ. മനുഷ്യൻ ഇവിടെ പരിപാടിയിലാണ്ട് പ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാണ് എന്റെ ദൈവം ഇന്ന് 1-ാം തീയതി ആയിട്ട് ഒരു മനുഷ്യനെ പോലും കാണുന്നില്ലല്ലോ. പ്രോഗ്രാം ഏജൻസി എന്ന് പറഞ്ഞ് തുറന്ന് ഇരിപ്പുണ്ട്. ദൈവമേ, എന്താണ് ഈ കാണുന്നത്? വഴിതെറ്റി വന്നാണ്? അല്ല, ഇങ്ങോട്ട് തന്നെയാ. എടാ ദാസപ്പ, സുധാകര, താലപ്പൊലി എടുത്ത് സ്വീകരിക്കടാ. പരിപാടി ബുക്ക് ചെയ്യാൻ ആള് വന്നടാ. ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കൂമ്പാരപ്പൊട്ടും പോരുളും ആനപ്പുറത്തങ്കോത്തി തമ്പുരാന്മാരും കാറ്റത്താടും കണ്ണാടി കൂടാരക്കൂടാപ്പും. സാറേ വാ, ഇരിക്കി. വേണ്ട, ഞാൻ നിന്നോളാം. അല്ല, ഇരിക്കി. എടാ നീ പോയിട്ട് ചായ മേടിച്ചിട്ടോ? അല്ലെങ്കിൽ വേണ്ട, ജ്യൂസ് ആയിക്കോ. ജ്യൂസ് ഇരിക്കി. വേണ്ട, ഞാൻ നിന്നോളാം. അപ്പോ പറയൂ സാറേ, എന്താണ് വേണ്ടത് സാർ? എന്റെ ചായ ക്ലാസ്സിങ് വന്നാ ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ചായ ക്ലാസ് എടുക്കാൻ വന്നവൻ എന്തിനാടാ തലയിൽ ജെല്ലിട്ടും ഷർട്ടും ചെയ്ത് വന്നേക്കണേ? ഇങ്ങനെ വന്ന് നീ 2 ബട്ടൺസ് തുറന്നിട്ടിട്ട് പോയാ മതി. ചായ ക്ലാസ് എടുക്കാൻ വന്നവന്റെ ഒക്കെ കോലം കണ്ടില്ലേ? മനുഷ്യനെ വെറുതെ കൊതിപ്പിക്കാനായിട്ട്. എന്താ? എന്താന്ന്? ഒരു ജ്യൂസ് നേരത്തെ പറഞ്ഞായിരുന്നു, അത് കിട്ടിയില്ല. അയ്യോ എന്റെ ദൈവമേ, എന്തിനാണ് 1-ാം തീയതി ആയിട്ട് എല്ലാം കൂടി ഇങ്ങോട്ട് കയറി വന്നത്? ഒരുത്തൻ വന്നുണ്ട്, അവനെ കണ്ടാലറിയാ കമ്മിറ്റിക്കാരനാണെന്ന്. ജാട പിടിച്ചേ. ഹലോ, നിങ്ങൾ എന്താണ് ബായി പറയണത്? 25 ലക്ഷത്തിന് ഇടവേള ബാബുവിനെ കിട്ടത്തില്ല, അയാൾ വരത്തില്ല. ഈ 25 ലക്ഷത്തിന് വില്ല അമിതാഭ് ബച്ചനെയോ ഐശ്വര്യ റായിനെ വില്ല അങ്ങ് അറേഞ്ച് ചെയ്ത് തരാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. നമസ്കാരം. എന്താ വേണ്ടത്? നല്ലൊരു പരിപാടി വേണമായിരുന്നു. ഞായറാഴ്ച സൂര്യ ടിവിയിൽ രസികരാജ സീസൺ 2 പോയി കണ്ടോ? നല്ല പരിപാടിയാ. അതല്ല, പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടിയാ. ഓഹോ, പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ടല്ലേ? ഒരു മിനിറ്റ്, കലണ്ടറില്. അയ്യോ, കലണ്ടറിൽ ഡേറ്റ് ഇല്ലല്ലോ. അല്ല, ആര് കയറി കളഞ്ഞു? കയറി കളഞ്ഞു? എടോ, ഫുൾ ബുക്കിംഗ് ആണെന്ന്. ഓ അങ്ങനെ, നന്നായിട്ട് തടയുന്നൊരു സ്ഥലമായിരുന്നു. നോക്കട്ടെ, ഏതാണ് സ്ഥലം? ചോരമ്പാടം. ചോരമ്പാടോ? എടോ, അത് ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമല്ലേ? അവിടെ പരിപാടി ചെയ്യിക്കത്തില്ല, പകുതി വെച്ച് നിർത്തിക്കും. അതല്ലേ പറഞ്ഞത്, പരിപാടി തടയണ സ്ഥലമൊന്ന്. അതല്ല, നിങ്ങളുടെ എന്തൊക്കെ പരിപാടി ഉണ്ട്? ഞങ്ങളുടെ എല്ലാ പരിപാടികളും ഉണ്ട്, തട്ടിപ്പോതില് വെട്ടിപ്പോരെ. അങ്ങനല്ലേ പരിപാടിയുടെ കാര്യം പറഞ്ഞത്? ഓ അങ്ങനെ. എടാ, സ്ഥലം കാഞ്ഞൂര്. ഓക്കെ, മനസ്സിലായി. അതെ, ആരാവന്മാര്? കമ്മിറ്റിക്കാരാ, അഡ്വാൻസ് തന്നിരുന്നു, ബാലൻസ് തരാൻ വന്നതാ.
അല്ല എന്ത് പരിപാടി കൊടുത്തത്? സിനിമാറ്റിക് ഡാൻസാ. സിനി അവള് പോയില്ല, അതാ പ്രശ്നം പറ്റിയത്. അല്ല സിനി പോയില്ലെങ്കിൽ എന്താ, ബാക്കിയുള്ള പിള്ളേര് കളിക്കില്ലേ? ഈ സിനി തന്നെ മാറി മാറി കളിക്കുന്നതാണ് ഇവിടുത്തെ സിനിമാറ്റിക് ഡാൻസ്. എന്നാലും അവര് നിങ്ങളെ തല്ലിയിട്ട് പോയല്ല. ഇതൊക്കെ എന്ത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് തന്നെ പരിപാടി ഉണ്ടല്ല. ജന ഇളകണം, ജന ഇളകി അങ്ങോട്ട് മറിയണം. എന്റെ പൊന്ന് ചേട്ടാ, നമ്മുടെ പരിപാടി കണ്ടിട്ട് ആനക്ക് വരെ മതളകിയിട്ടുണ്ട്. പിന്നെയാണ് ചേട്ടാ ഇങ്ങൊന്ന് എന്താ ഇങ്ങ വാ. ഇളക്കും, ഇളക്കിയിരിക്കും. ആ ഇളകിയാ മതി. അയ്യോ അനിലേട്ടാ, രക്ഷിക്കണേ, രക്ഷിക്ക. അയ്യോ ഇതാരാ ഈ അപ്പി ഹിപ്പി? എടോ ഇത് ഹപ്പീപ്പി ഒന്നുമല്ല, ഞങ്ങളുടെ ബൈബിൾ നാടകത്തിലെ യേശുക്രിസ്തുവിന്റെ വേഷം ചെയ്യണ കൃഷ്ണനാണ്. ഭയങ്കര നടനാണ്. യേശുക്രിസ്തുവായിട്ടൊക്കെ ജീവിച്ചു കളയുവൻ. എന്താടാ കൃഷ്ണ പ്രശ്നം? അയ്യോ ആളുകൾ മുഴുവനും ശരിക്കും ഞാൻ ക്രിസ്തുവാന്ന് വിചാരിച്ചേക്കുവാ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഭയങ്കര ഒറിജിനാലിറ്റിയാന്ന്. അവരോടൊന്നും പറ ഞാൻ ക്രിസ്തു അല്ല കൃഷ്ണനാണെന്ന്. എടാ കൃഷ്ണ, ഇത് അവര് നിന്നോടുള്ള ആരാധന കൊണ്ട് ഓടി വരണല്ലേ, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാക്കാണ്ടടാ. പിന്നെ ആരാധന നാടകം പൊളിഞ്ഞപ്പോഴേ എന്നെ ശരിക്കും കുരിശി തെറിക്കാൻ വേണ്ടി പുറകെ ഓടി വന്നതാണ് പിശാചുകള്. നാടകം പൊളിഞ്ഞ എങ്ങനെ? അത് ഞാനേ യേശുക്രിസ്തുവായിട്ട് കുരിശിൽ മരിച്ചു കിടന്നപ്പോ എന്റെ ഫോണില് കൽവിയിലെത്തി എന്നും പറഞ്ഞ് റിംഗ് ടോൺ അടിച്ചു. അവസാനം ഞാൻ ഓടി ഒരു വിധത്തിൽ വീട്ടിലെത്തി. എന്റെ വൃക്കയിൽ വരെ അവർ ആണിയടിക്കും. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കും എന്റെ പൊന്നനില്ലേട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ആ എസ്കേപ്പ് റൂമിൽ ഇപ്പൊ വിളിച്ചിരുന്നു. ഓക്കെ ചേട്ടാ. എസ്കേപ്പ് റൂമാ? അതെന്ത് റൂമാ? ഞങ്ങളുടെ പരിപാടി പൊളിഞ്ഞു കഴിയുമ്പോ ഈ ആർട്ടിസ്റ്റുകൾ ഒന്ന് ഒളിച്ചിരിക്കുന്ന റൂമാണ് ഇതാ കാണുന്നത്, എസ്കേപ്പ് റൂം. കണ്ടാ? അത് ശരി. ആ ഇതിൽ അവിടെ രാവണനെ കൊന്നിരിപ്പുണ്ടല്ലോ. രാവണന്റെ 9 മുഖം മാത്രം കുഴപ്പമില്ല, പക്ഷെ ഒരു മുഖം ചളങ്ങിയിരിപ്പുണ്ടല്ലോ. ആ അതാണ് അവന്റെ യഥാർത്ഥ മുഖം. കമ്മിറ്റിക്കാരൻ ചവിട്ടിപ്പൊളിച്ചതാ. പരിപാടിയായ ചേട്ടാ. അയ്യോ എടോ, തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തന്റെ പരിപാടി ആകുമ്പോ ഞാൻ വിളിക്കാം. ചെല്ല്, താൻ അവിടെ പോയിരിക്കും. ചെല്ല്, ഇപ്പൊ ആകുമ്പോ വന്നാ മതി ഇങ്ങോട്ട്. ചെല്ല് ചേട്ടാ, വിളിക്കണോട്ടെ ചേട്ടാ, വിളിക്കണോട്ടെ. അല്ല അതാരാ? അതൊരു കാതികനാണ്. കഥാപ്രസംഗം ഉണ്ടാന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ വന്നോണ്ടിരിക്കും. ശല്യമാണ്. അതെ ക്രിസ്തു കൂടെ വന്നായിരുന്നു. ക്രിസ്തു അയ്യോ എന്നെ കുരിശി തെറിക്കാൻ കൊണ്ടോളേ. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അയ്യോ ചേട്ടൻ ഏത് പരിപാടി വേണ്ടെന്ന് പറഞ്ഞില്ല. അല്ല നമുക്ക് മിമിക്രി ഒന്ന് നോക്കിയാലോ? പഴയതുപോലെ കിട്ടുമെന്ന് പറഞ്ഞൂടാ. എന്നാലും നമുക്ക് നോക്കാം. പ്രിയമുള്ള കലാ സ്നേഹികളെ, ഇന്നലെ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നു മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ. തീർത്ത് ചേട്ടന്റെ പരിപാടിയല്ലേ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരുപാട് റിയാലിറ്റി ഷോ ഒക്കെ ഇറങ്ങിട്ടല്ലോ, അപ്പൊ അതിൽ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചൊരു പരിപാടി. അയ്യോ അവർക്കൊക്കെ ഭയങ്കര തിരക്കല്ലേ? തിരക്കാണോ? പിന്നെ പരിപാടി ഒന്നും ഇല്ല അണ്ണാന്ന് ചോദിച്ചു ഭയങ്കര തിരക്കിലല്ലേ അവന്മാരിപ്പോ. വേണമെങ്കിൽ വണ്ടി കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആ എലിമിനേഷനിൽ ഔട്ടായ പിള്ളേർ വരും. അയ്യോ അത് വേണ്ട, അതിനൊക്കെ നല്ല വല്ല പീക്കിരി പിള്ളേരെ വെച്ച് ജയിക്കണേക്കും നല്ലത്. സ്ഥലം കൊയിലാണ്ടി. അതിന് കൊയിലാണ്ടിയിൽ പരിപാടി കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പരിപാടി നടക്കുന്ന ദിവസം ഒന്നും ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. എന്തോ ഓക്കേടാ, കാണാം. ശരി. അല്ല രണ്ടാമത് എന്ത് പറഞ്ഞിട്ടാ തല്ലിയത്? ഇവർക്ക് പരിപാടി കൊടുത്തതിന്റെ അടുത്ത് വേറൊരു പരിപാടിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അവരെ സംഘാടകര് വന്ന് വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്. അളിയാ, നിങ്ങൾ തന്നു പറഞ്ഞേ കേട്ടോ, പറഞ്ഞേക്കണം. ഓക്കെ. എന്നാലും ചേട്ടനെ അവർ തല്ലിയില്ലേ? ഇതൊക്കെ എന്ത്? ചേട്ടാ, കഥാപ്രസംഗം എന്തെങ്കിലും ആയേട്ടാ? അയ്യോ എടോ, കഥാപ്രസംഗം ആരും ബുക്ക് ചെയ്തിട്ടില്ല. ബുക്കിംഗ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വിളിക്കുന്നതായിരിക്കും. കേട്ടില്ലേ? ചെല്ലി പോ. അല്ല ചേട്ടാ, പോവാൻ വരട്ടെ അവിടെ നിന്ന്. അതെ, ഞങ്ങൾക്ക് കഥാപ്രസംഗം മതി. ഞങ്ങൾ ഇത് ബുക്ക് ചെയ്തിരിക്കണം. കുടമാളൂർ ക്ഷേത്രത്തിലാണ് ഉത്സവം. അപ്പൊ 25-ാം തീയതി ചേട്ടന്റെ കഥാപ്രസംഗം. ഓക്കെ? ആരുടെ കഥാപ്രസംഗം? ചേട്ടന്റെ കഥാപ്രസംഗം. ഞാൻ ഉണ്ടാവൂല, ഞാൻ കഥ പറയൂല. എന്ത് കഥ പറയൂലെന്നാ? പിന്നെ താനെന്തിനാടോ ഇടയ്ക്ക് ഇവിടെ വന്ന് പ്രോഗ്രാം ഉണ്ടാന്ന് ചോദിച്ചത്? പ്രോഗ്രാം ഉണ്ടാന്ന് ചോദിച്ചതേ, പ്രോഗ്രാം ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിവാകാനായിരുന്നു. എനിക്ക് എന്നെ ജീവനിൽ കൊതിയുണ്ട്. എന്നെ കൊണ്ടുപോയി നാട്ടുകാർ അതുകൊണ്ട് ഞാൻ ഓടാവരാന്താ. അയ്യോ കഷ്ടമുണ്ട് കേട്ടോ. എന്നാലും ചേട്ടനയാൾ പ്രാഗിയില്ലേ? അതെല്ലാം പോട്ടെ,
ഇനി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നമുക്ക് നാടകം അങ്ങോട്ട് ബുക്ക് ചെയ്താലോ? ആ കൊള്ളാം. കഴിഞ്ഞ കൊല്ലത്തെ ബെസ്റ്റ് ഒരു നാടകം കയ്യിലിരിപ്പുണ്ട്. കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങളെ കണക്കിലെടുത്ത് ഏറ്റവും പുതിയ നാടകം ഞങ്ങളെ തല്ലാൻ നിങ്ങളാരെ. അയ്യേ, അല്ല ഇത് വേണ്ട, വേറെ എന്തെങ്കിലും നാടകം ഉണ്ടോ? ഇത് വേണ്ടേ? ഇനി തല്ലിയ പ്രാക്ക് കിട്ടും. പുതിയ നാടകം. അല്ല ഇതിനൊക്കെ കളിയുണ്ടാ? കൊല്ലത്ത് 2 എണ്ണം ഉണ്ട്. കൊല്ലത്തെവിടാ? കൊല്ലത്തല്ല, കൊല്ലത്തില് 2 എണ്ണം. ഓ അങ്ങനെ. അല്ല ഇതാരൊക്കെ വന്നത്? ഇരിക്കണ്ട. ഓക്കെ പറയട്ടാ, എന്താണ് വേണ്ടത്? ഏതാ ക്ഷേത്രം? അരയങ്കാവെന്നൂറ്. ആ കേട്ടിട്ടുണ്ട് അരയങ്കാവ്. പിന്നെ ഈ അരയങ്കാവ് ഉത്സവം ആകുമ്പോ നമുക്ക് സീതാ സ്വയംവരം അങ്ങ് വെക്കാം. അത് വേണ്ട, സീതാ സ്വയംവരം വേണ്ട. അത് വേണ്ടെങ്കിൽ ലങ്കാദഹനമായാലോ? ഹനുമാന്റെ? അതൊന്നും വേണ്ട. അതും വേണ്ടല്ലേ. എങ്കിൽ പിന്നെ ഉത്തര സ്വയംവരം വെക്കാം. നല്ല സംഭവം. അതും വേണ്ട. പാഞ്ചാലി വസ്ത്രാക്ഷേപം? അതൊന്നും വേണ്ട. ഇതൊന്നും വേണ്ടേ? പിന്നെ ചേട്ടൻ എന്താ വേണ്ടത്? പ്രതിഷ്ഠേ? അങ്ങനെ ഒരു നാടകം ഇറങ്ങിയ ചേട്ടൻ അറിയോ? പ്രതിഷ്ഠ എന്ന് പറഞ്ഞ നാടകം? ഇല്ല, എന്റെ അറിവിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അയ്യോ, പ്രതിഷ്ഠ ഇല്ല ചേട്ടാ. പ്രതിഷ്ഠ എന്ന് പറയുന്നത് നാടകമല്ല. പിന്നെ കഴിഞ്ഞ കൊല്ലം നീയൊക്കെ ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു പരിപാടി തന്നു. ആ പരിപാടി കണ്ടിട്ട് അമ്പലത്തിലെ പ്രതിഷ്ഠ വരെ എണീറ്റ് പോയി. ആ പ്രതിഷ്ഠയാടാ ദുഷ്ട ഞങ്ങൾക്ക് വേണ്ടത്. എവിടെയാടാ ഞങ്ങളുടെ പ്രതിഷ്ഠ? ഇതൊക്കെ എന്ത്? നിങ്ങളുടെ കൗണ്ടേഴ്സ് ഒക്കെ ഫ്രഷ് ആയിരുന്നു. ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും അഭിനയിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കോമഡിക്ക് ലോജിക്ക് വേണ്ടെന്നാണ് അതിന്റെ ബേസിക് തിയറി. ബട്ട്